എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റിസോർട്ടിൻ്റെ വർക്ക് എവിടം വരെ എത്തി എന്നുള്ളത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വേണമെങ്കിൽ കാണാം. വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ നമുക്ക് റൂഫ് ടോപ്പ് അക്വേറിയം വരുന്ന വില്ലയാണ്. അപ്പോൾ അതിൻ്റെ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലാസ് വെക്കണം. അതേപോലെ ഈ സൈഡിലൊക്കെ നമ്മൾ വ്യൂ ബോർഡ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മറ്റേ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ AC-ൻ്റെ പൈപ്പൊക്കെ എല്ലാം വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രില്ലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിലേക്കുള്ള. പിന്നെ ബാത്റൂമിൻ്റെ ഏകദേശം പ്ലംബിങ്ങിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ പൂളിൻ്റെ വർക്കിൽ നമുക്ക് കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലംബിങ് എല്ലാം വയറിങ്ങിൻ്റെ എല്ലാം കൂടി വിട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് സ്റ്റോണൊക്കെ ചെയ്യുന്നത്. സ്റ്റോണ് എല്ലാം വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വില്ല് നോക്കി നോക്കാം. അടുത്തതിൻ്റെ പൂള് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള ടൈലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രിപ്പ് ടൈലാക്കിയിട്ടാണ് ഇനി അതിൻ്റെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ ഏകദേശമായിട്ടുണ്ട്. അതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോണ്. ഇനി അടുത്ത വില്ലിലേക്ക് നോക്കാം. ഇത് നമ്മൾ ആദ്യം ചെയ്ത പൂളിൻ്റെയാണ്. പൂള് നമ്മൾ ഫൈബർ കോട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. സൈഡിൽ നമ്മൾ മണലൊക്കെ വെച്ച് ടൈലൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശമൊക്കെ വെൽഡിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ AC-ക്ക് വേണ്ടി അത് ഊരണ്ടാവുന്നു. ഇതിപ്പോൾ ബ്രിഡ്ജ് പ്ലൈവുഡാണ്. ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്രിഡ്ജ് പ്ലൈവുഡിനെ പറ്റി. ഇത് ഫുൾ ബ്രിഡ്ജ് പ്ലൈവുഡാണ്. അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് താഴെ ഭാഗത്തെല്ലാം ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ടഫൻ ഗ്ലാസ് ഇട്ടേക്കുന്നത്. ടഫൻ ഗ്ലാസ് എന്ന് പറഞ്ഞാലും ഇത് സ്പാർക്ക്ലിംഗ് ഐസ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സാണ്. ഇതിന് ചൂട് നോർമൽ ഗ്ലാസ്സിനെ അപേക്ഷിച്ച് ഒരു 30% ഉള്ളിലായിട്ട് വരുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കെട്ടിയിട്ടുമുണ്ട്. ബാത്റൂമിൻ്റെ ഏകദേശം വർക്കൊക്കെ ആയിരുന്നു. ഇനി ഫൈബർ കോട്ട് ചെയ്തിട്ട് ടൈലൊട്ടിച്ചിട്ട് ഫിറ്റിങ്സൊക്കെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ മുകളിൽ ടൈലൊട്ടിച്ചിട്ടുണ്ട്. താഴെ ടൈലൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ പറമ്പിൽ പേൾ ഗ്രാസ് നട്ടിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ കുറച്ചും കൂടി ഫില്ലായി വന്നിട്ടുണ്ട്. ആദ്യം നട്ട ഭാഗമൊക്കെ താഴോട്ടേക്കൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഭാഗ പോർഷനുകളിലൊക്കെ ഏകദേശം നട്ടിട്ടുണ്ട്. ഈ പോർഷനിലും നല്ലോണം പുല്ല് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്ത ഒരു കോട്ടേജ് വരുന്നുണ്ട്. അത് നമുക്ക് മുകളിൽ നോർമൽ പണ്ടത്തെ ഇവിടെയുള്ള വീടുകൾ നോർമൽ വീടും മുകളിൽ നമുക്ക് പുല്ല് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പൂളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂളിൽ നമുക്ക് താഴത്തെ വർക്ക് കഴിഞ്ഞു. ഇതിനകത്തൊരു ബേബി പൂളും കൂടി വരുന്നുണ്ട്. അവിടെ നമുക്കൊരു സ്റ്റീലിൻ്റെ റാഡ് വെച്ചിട്ട് നമുക്ക് മുകളിൽ പിള്ളേർക്കും താഴെ വലിയ ആൾക്കാർക്കും ഒരു കൺസെപ്റ്റിൽ ഇവിടെയൊക്കെ പുല്ലിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം തീർന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നനച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസത്തിനുള്ളിൽ പേൾ ഗ്ലാസ് എല്ലാം ഫില്ലായിക്കോളും. അപ്പോൾ ഇത്രയാണ് റിസോർട്ടിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ്. എല്ലാവരും അടുത്ത സെക്ഷനും കൂടി കാണാൻ വേണ്ടിയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.